ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഫ് സ്ലീവ്, വെറൈറ്റി പഫ് സ്ലീവ് ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കണ്ടോളൂ. കട്ട് ചെയ്ത തുണി ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്ത് ചീത്ത ഭാഗത്ത് നിർത്തിയിടുക. കണ്ടോ? അതിൻ്റെ സെൻറ്റർ നോക്കണം. നമുക്കതുപോലെ തന്നെ തുമ്പത്ത് നിന്ന് ഒരു 2.5 ഇഞ്ച് നീങ്ങി അടയാളപ്പെടുത്തുക സെൻറ്ററിൽ. അതുപോലെ തന്നെ മേലെ ഭാഗത്തുനിന്ന്, ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് 2.5 ഇഞ്ചും അടയാളപ്പെടുത്തുക. ഇനി സെൻറ്ററിൽ കൂടെ ഇലാസ്റ്റിക് വെച്ച് വലിച്ചടിക്കണം. ഉണ്ടോ? ഇങ്ങനെ സെൻറ്ററിൽ കൂടെ വലിച്ചടിക്കണം ഇലാസ്റ്റിക് വെച്ച്. അത് നമുക്ക് ചെയ്യാം. ഉണ്ടോ? അവിടെ സെൻറ്റർ അടയാളപ്പെടുത്തിയിടുക. എന്നിട്ട് ഇലാസ്റ്റിക് 2.5 താഴെ വെച്ച് ഇലാസ്റ്റിക്കിൽ ലോക്ക് ചെയ്ത് അടിച്ചു തുടങ്ങുക. അപ്പോൾ ഇലാസ്റ്റിക് നേരെ ആ ലൈനിൽ കൂടെ വലിച്ചു പിടിച്ച് വേണം അടിക്കാനായിട്ട്. വലിച്ചു പിടിച്ച് അടിക്കുക. ഉണ്ടോ? ആ 2.5 പോയിൻ്റ് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അവിടെയും ലോക്കിട്ട് വയ്ക്കുക. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് എടുക്കുക. ഉണ്ടോ? ഇങ്ങനെയാണ് വരുന്നത്. കണ്ടു? ഇനി നമുക്കിതിനെ ഞൊറി വിട്ട് വയ്ക്കണം. മുകൾ ഭാഗത്ത് നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. ആ നോച്ചിൻ്റെ അവിടെ നിന്ന് സെൻറ്ററിലേക്ക് ഇങ്ങനെ ഓരോ ഫ്രില്ല്, അതായത് പ്ലീറ്റിട്ട് അടിച്ചു കൊടുക്കുക. സെൻറ്റർ വരുമ്പോൾ തിരിച്ച് വെച്ച് വേണം ഫ്രില്ലടിക്കാൻ. കണ്ടോ? തിരിച്ച് വെച്ച് ഫ്രില്ല് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് പഫ് സ്ലീവിൻ്റെ പ്ലീറ്റ് അടിക്കുന്നത്. അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സൈഡ് നമുക്ക് കൂട്ടിയടിക്കാം. കുർത്തിയിൽ വെച്ചിട്ട് വേണം കൂട്ടിയടിക്കാൻ. ഇത് വെറുതെ ഒന്ന് കൂട്ടിയടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അത് മറിച്ചിട്ട് നോക്കാം. കണ്ടോ? സൂപ്പറായിട്ടില്ലേ?